പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ചതിക്കുകയും നിങ്ങളെ ആട്ടി ഓടിക്കുകയും ചെയ്ത നക്ഷത്രജാതകർ പോലും അത്ഭുതപ്പെടുന്ന തരത്തിലാണ് നിങ്ങൾക്ക് ഒരു വളർച്ച വരുന്നത്. ആട്ടി ഓടിച്ചവർ കണ്ണു തള്ളുന്ന രീതിയിലുള്ള വളർച്ച എന്തെന്ന് നമുക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. പൊതുസമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ഉള്ള അവസരങ്ങളാണ് ഇനി ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കും മുമ്പ് പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെയിരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം, ഇടവക്കൂറിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഭാഗ്യം ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്ന ദിവസങ്ങളാണ് ഈ 3 നക്ഷത്ര ജാതകർക്കും. നിങ്ങളെ ചതിക്കുകയും ജീവിതത്തിൽ തോൽപ്പിക്കുകയും ചെയ്ത വ്യക്തികളോട് പകരം ചോദിക്കാനും അവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കാനും ഉള്ള അവസരങ്ങൾ ഇനി ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുകയാണ്. നിങ്ങളുടെ പലവിധ ആപത്തുകളും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയും വീട്ടിൽ സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം സംജാതമാകുകയും ചെയ്യുകയാണ്. സന്തോഷം നിറഞ്ഞൊരു മനസ്സായിരിക്കും ഈ നക്ഷത്ര ജാതകർക്കിനി ലഭിക്കുക. ശയന സൗഖ്യവും ലഭിക്കും. ആഗ്രഹങ്ങൾ സഫലമാകാൻ തടസ്സങ്ങൾ നിൽക്കുന്നവരെ അതിജീവിക്കും. ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനകൾക്ക് ശമനം കണ്ടു തുടങ്ങും. വാദബന്ധിയായ അസുഖങ്ങൾക്ക് കുറവുകൾ പ്രതീക്ഷിക്കാം. സ്ഥാനമാനങ്ങൾ, ആദരവ് ഇവ ലഭിക്കും. നീചജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇവർക്ക് സാധിക്കും. യശസ്സും ധനവും ഇരട്ടിക്കുന്നൊരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. എന്നിരുന്നാലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അലച്ചിലുകൾ കൂടുതലാകും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറും. തൊഴിൽപരമായി ഉന്നതിയിൽ എത്തും. കച്ചവടം മെച്ചപ്പെടും. പാപവിചാരങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഈ കാലഘട്ടത്തിൽ വരവിനനുസരിച്ച് ചിലവുകളും നിയന്ത്രിക്കാൻ സാധിക്കും. നാൽക്കാലികളെ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ നല്ല സമയമാണ്. വിദേശത്ത് ജോലി തേടാൻ ഈ സമയം ഉപയോഗിക്കാം. വിവാഹ ആലോചനകൾ ഫലവത്താകുകയും ചെയ്യും. ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര, കൂവളമാല ഈ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കാൻ ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിലെ മകയിരം നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചില വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ധനനേട്ടങ്ങൾ, പല പ്രകാരേണയുള്ള ഭാഗ്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. മനസ്സിൻ്റെ അസ്വസ്ഥത ഒരു പരിധിവരെ മാറിക്കിട്ടും. അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകുമെങ്കിലും ചിലവുകൾ കൂടുതലാകാൻ സാധ്യതയുണ്ട്. ആഭരണങ്ങൾ വാങ്ങാൻ നല്ല അവസരമാണ്. മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. സ്വയം തൊഴിലുകാർക്കുള്ള ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരങ്ങളുണ്ട്. ബന്ധുജനങ്ങളുമായി കലഹിക്കേണ്ടതായിട്ട് വരും. ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഇവയ്ക്ക് യുക്തമായ ഔഷധ സേവ നടത്തണം. അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും. പാപവിചാരം കുറഞ്ഞു തുടങ്ങും. നിർബന്ധ ബുദ്ധി കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപസ്മാര പീഡയുള്ളവരും ശ്രദ്ധിക്കണം. ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, കദളിപ്പഴ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം 4 പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ജീവിതത്തിൽ പല പ്രകാരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള വഴി തുറക്കുകയാണ്. വീട്ടിൽ സമാധാനം വർദ്ധിക്കും. ആവശ്യമില്ലാതെ മനോവിചാരമേറി
വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലം കുറഞ്ഞു തുടങ്ങും. ഉദരരോഗങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ ഇവ ശമനം കണ്ടു തുടങ്ങും. പലിശയ്ക്കും മറ്റും കൊടുത്ത പണം തിരികെ കിട്ടും. വേറെയും ധനാഗമങ്ങൾ ഈ 3 നക്ഷത്ര ജാതകർക്കും ഉണ്ടാകും. ബന്ധുജനങ്ങളുമായിട്ട് ഒത്തുചേരാൻ അവസരങ്ങളൊക്കെയുണ്ട്. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. സുഖ അനുഭവങ്ങൾക്ക് സാധ്യതകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഇവർ അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് സാധ്യമാകും. ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏർപ്പാടുകളിലെ തടസ്സങ്ങൾ നീങ്ങാൻ ഇടയുണ്ട്. ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങാനും അവസരമുണ്ട്. കൂടുതൽ സ്നേഹബന്ധത്തിൽ ഉള്ളവരുമായിട്ട് പരിചയത്തിന് ഇടവരും. മറ്റുള്ളവരെ അപവാദം പറയാതെ ശ്രദ്ധിക്കണം. അഗ്നി കൊണ്ടും ജലം കൊണ്ടും പ്രവർത്തിക്കുന്ന തൊഴിലുകൾ മെച്ചപ്പെടും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര, പഞ്ചാക്ഷര മന്ത്രം, പുഷ്പാഞ്ജലി ഇവ ചെയ്ത് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. ഇവരെ ഏറെ അലട്ടിക്കൊണ്ടിരുന്ന രോഗാരിഷ്ടതകൾക്കൊരു ശമനം കണ്ടു തുടങ്ങും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. ധനലാഭം വർദ്ധിക്കും. ഭൂമി, വാഹനം ഇവകളുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ്. അവിചാരിതമായി ധനാഗമം ഉണ്ടാകും. ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജോലിയിൽ പ്രമോഷൻ സാധ്യതയുണ്ട്. സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. അലച്ചിലും മനോദുഃഖവും ഈ സമയത്ത് കുറവുകൾ ഉണ്ടാക്കും. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നീങ്ങി നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. കീർത്തിയും പ്രശസ്തിയും നേടും. പിതൃ മാതൃതുല്യ സ്ഥാനത്തുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹം വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹം സഫലമാകും. അക്ഷമയും ഈർഷ്യയും ഈ സമയത്ത് കുറവായിരിക്കും. എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം മാറിക്കിട്ടും. ഇവർ ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരങ്ങൾക്ക് ഇവർ ചെയ്യേണ്ടത് വിഷ്ണുവിന് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. ഇനി കന്നിക്കൂറിലെ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവർക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് ഇവരുടെ തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും വിദേശ ജോലിക്ക് ശ്രമിക്കാനും നല്ല അവസരമാണ്. മറ്റൊരു ഭാഗ്യം, ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുതിയ വീട് പണി തുടങ്ങാൻ നല്ല സമയമാണ്. ധനനേട്ടങ്ങൾ ഉണ്ടാകും. മനസ്വസ്ഥത ഇരട്ടിയായിട്ട് ലഭിച്ചു തുടങ്ങും. സന്ധികളിൽ വേദന, വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക, ഗർഭപാത്ര സംബന്ധിച്ച അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ നടത്താം. എല്ലാത്തിനും ഉള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും മാറിക്കിട്ടും. വിദ്യാഭ്യാസം സംബന്ധിച്ച് തടസ്സങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിൽ എപ്പോഴും ആദി കൂടുതലായിരിക്കും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ ബന്ധനാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബുദ്ധിസാമർഥ്യം കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും. വിനോദയാത്രകൾ നടത്താൻ നല്ല സമയമാണ്. ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തുലാക്കൂറിൽ ചിത്തിര നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന സുഖകാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറി നല്ല നല്ല കാര്യങ്ങൾ നടക്കാനും ആഗ്രഹം സഫലമാകാനും സാധ്യതകളുണ്ട്. അഗ്നി കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. വ്രണങ്ങൾ, രക്തബന്ധിയായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും. പ്രമേഹം അസ്ഥിരമായിട്ട് നിൽക്കാൻ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. സർക്കാരുമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുകയും ജപ്തി നടപടികളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. ചില അപ്രതീക്ഷിത ധനാഗമങ്ങൾ വഴി കൈവിട്ടു പോകും എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ പിടിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങൾക്കും സൗഖ്യം ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാകും.
അവരുടെ ദുസ്വഭാവവും മറ്റും കുറഞ്ഞു തുടങ്ങുന്ന സമയം കൂടിയാണ്. അനാവശ്യമായിട്ട് ധനം ചിലവാക്കാതിരിക്കുക. എരിവ് രസങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. ഏഷണി പറയുന്ന ശീലം മാറ്റിവെക്കണം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം സാധ്യത കുറച്ചുകൂടി നീണ്ടുപോകാനാണ് കാണുന്നത് സാധ്യതകൾ. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം.